ആദ്യം തന്നെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 സ്തുതി. എൻ്റെ പേര് ജിൻസി. ഞാൻ ചേർത്തലയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഞാൻ എറണാകുളം രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 നവംബർ 27 അപ്പോൾ അതിനു മുൻപ് വരെയുള്ള കൃപാസനത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ വെറുതെ റോഡ് ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഒരു സ്ഥലം. കാരണം എൻ്റെ സ്വന്തം സ്ഥലം കരുനാഗപ്പള്ളിയാണ്. അപ്പോൾ ഞാൻ ചേർത്തലയിൽ നിന്ന് കരുനാഗപ്പള്ളിക്ക് പോകുന്ന സമയത്ത് ഇവിടെ നല്ല ബ്ലോക്ക് കാണാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ ആൾക്കാരെല്ലാം കൂടെ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്? വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും മാതാവ് കേൾക്കില്ലേ, അനുഗ്രഹിക്കില്ലേ, പിന്നെ എന്തിനാണ് എല്ലാവരും ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ കൂടെ നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ളവരും കൂടെ പഠിച്ചവരും ഒക്കെ ഞാൻ ചേർത്തലയായതുകൊണ്ട് കൃപാസനത്തെക്കുറിച്ചൊക്കെ എന്നോട് ചോദിക്കുമ്പം ഞാൻ അവരെയൊക്കെ നിരുത്സാഹപ്പെടുത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. വെറുതെ ഇവിടെ വരെ വരണ്ട, ഇവിടെ കാല് കുത്താൻ പോലും സ്ഥലമില്ല, നിങ്ങൾ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം ഇതൊരു 2022 ഒക്ടോബർ വരെയുള്ള കാര്യമാണ്. അപ്പം 2022 ഒക്ടോബർ സമയത്തെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വളരെയധികം ഫ്രസ്ട്രേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. കാരണം ഞാൻ PhDക്ക് ജോയിൻ ചെയ്തിട്ട് ഒത്തിരി വർഷമായി. അപ്പോൾ എൻ്റെ വർക്കുകളൊക്കെ വളരെ മന്ദഗതിയിൽ, ഒച്ചഴയുന്നതിനേക്കാളും സ്ലോ ആയിട്ടായിരുന്നു എൻ്റെ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരുന്നത്. ഞാൻ റിസർച്ച് ആർട്ടിക്കിളൊക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒന്നുകിൽ റിജക്ഷൻ തന്നെ വരും, അല്ലെങ്കിൽ ഒത്തിരി സമയം എടുക്കുന്നുണ്ടായിരുന്നു. 1 വർഷത്തിൽ കൂടുതലൊക്കെ സമയം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൊളീഗ് അമിത എന്ന് പറഞ്ഞ എൻ്റെ കൊളീഗ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത കാര്യം എന്നോട് പറയുകയും അമിതയ്ക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് എന്നോട് ഷെയർ ചെയ്യുകയും ചെയ്തു. അപ്പം ഞാൻ അത്യധികം ഫ്രസ്ട്രേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാനും ഇവിടെ വന്നൊന്ന് ഉടമ്പടി എടുക്കാം. അപ്പോഴും എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് വലിയ കൂടുതൽ ധാരണയൊന്നുമില്ല. അമിത പറഞ്ഞുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഞാൻ ഇവിടെ വന്നു നവംബർ 27 അപ്പം അന്ന് രാവിലെ ഇവിടുത്തെ കുർബാനയിൽ ഞാൻ കൂടുകയായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ സാധാരണ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോളേജിൽ ചെന്നിട്ടാണ് കഴിക്കാറ്. ഒരു 8:30 ശേഷമാണ് കഴിക്കാറ്. അപ്പോൾ എനിക്ക് ഫുഡ് രാവിലെ കഴിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ അന്ന് കുർബാനയുടെ സമയത്ത് കുർബാന തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ശരീരത്തിനാകെ എന്തോ ഒരു അസ്വസ്ഥത പോലെ തോന്നി. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് ഞാൻ വന്നത്. ഹസ്ബൻഡ് ബാക്കിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചക്ക വെട്ടിയിട്ട പോലെ താഴെ വീണു. തൊട്ടടുത്ത് നിന്നൊരു ചേച്ചി പിന്നെ വെള്ളമൊക്കെ തളിച്ച് എന്നെ എഴുന്നേൽപ്പിച്ചു. ഞാൻ തലയിറങ്ങി വീണതാണ്. അപ്പം ഞാൻ യൂഷ്വലി താമസിച്ച് ഫുഡ് കഴിക്കുന്ന ഒരാളായതുകൊണ്ട് ഫുഡ് കഴിക്കാത്തത് കൊണ്ടാണ് ഞാൻ വീണതെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. എനിക്ക് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സാത്താൻ്റെ ശക്തി പോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ എൻ്റെ ആദ്യത്തെ നിയോഗം ഞാൻ വെച്ചത് PhD സംബന്ധിച്ചതായിരുന്നു. എൻ്റെ ആദ്യത്തെ 2 നിയോഗവും. അപ്പം ഒന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ജേർണലിൽ എൻ്റെ ഫൈനൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ് ഞാനത് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആണ് പ്രോജക്റ്റ് റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കോഡിംഗ് എല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ പേപ്പർ പബ്ലിഷ് ആയാൽ മാത്രമേ നമുക്ക് ബാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഈ പേപ്പർ അയച്ചിട്ട് 1 വർഷത്തിൽ കൂടുതലായി അത് സ്റ്റിൽ റിവ്യൂ പ്രോസസ്സിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ആദ്യത്തെ നിയോഗം വെച്ചത് എൻ്റെ ഈ പേപ്പർ ഒന്ന് അക്സെപ്റ്റ് ആകണം. കാരണം ഇത് റിജക്റ്റ് ആയാൽ പോലും പിന്നെ റീവർക്ക് ചെയ്ത് പിന്നെ സബ്മിറ്റ് ചെയ്യാൻ പിന്നെയും വർഷങ്ങൾ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഓൾറെഡി കുറച്ചധികം വർഷം പോയി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അത് അക്സെപ്റ്റ് ആക്കി തരണേ മാതാവേ എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ PhD റിലേറ്റഡ് ആയിട്ട് വെച്ചത് എൻ്റെ PhD പ്രോസസ്സ് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കി തരണേന്നായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് വരെ വളരെ സ്ലോയിൽ പോയിക്കൊണ്ടിരുന്ന എൻ്റെ റിസർച്ചിൻ്റെ കാര്യങ്ങളെല്ലാം മാതാവ് എന്നെ ഒരു ഫ്ലൈറ്റ് കയറ്റി വിട്ട പോലത്തെ ഫീലായിരുന്നു എനിക്ക് അതിന് ശേഷം. കാരണം എനിക്ക് അതുവരെ ഉണ്ടായിരുന്ന പബ്ലിക്കേഷനുകൾ വെച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് ഞാൻ എൻ്റെ ഗൈഡിനോട് ചോദിച്ചപ്പോൾ ഗൈഡ് പറഞ്ഞു, ഇല്ല, ഇതുകൂടെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഈ അയച്ച പേപ്പർ കൂടെ വന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്ന ഗൈഡ് ഞാൻ നവംബർ അവസാനം എടുത്ത ഉടമ്പടിക്ക് ശേഷം ഒരു ഡിസംബർ അവസാനമായപ്പോൾ എൻ്റെ ഗൈഡ് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് മുന്നോട്ട് പോകാം, എന്തായാലും പേപ്പർ സബ്മിറ്റ് ചെയ്ത സ്ഥിതിക്ക് അതിൻ്റെ ബാക്കി പ്രോസസ്സെല്ലാം ഈ ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് വന്നുകൊള്ളും, എന്തായാലും മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അതോടെ ബാക്കി പ്രീ സിനോപ്സിസ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ തന്നെ നടന്നു. പിന്നെ തീസിസ് സബ്മിറ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ഒരു മിനിമം 3 months 6 months അല്ലെങ്കിൽ 1 വർഷത്തിൽ കൂടുതൽ തീസിസ് റിവ്യൂ ചെയ്യാൻ സാധാരണ എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ തീസിസ് സബ്മിറ്റ് ചെയ്തത് ഒക്ടോബർ 17 2023. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ സമയം ഒത്തിരി എടുക്കാറുണ്ട് എല്ലാവർക്കും തീസിസ് റിവ്യൂ ചെയ്ത് കിട്ടാനായിട്ട്. എനിക്ക് ഈ വർഷത്തെ ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് മാതാവ് ഇതിൻ്റെ റിവ്യൂ കമൻസ് തരണം എന്ന് ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് 25 രാവിലെയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു. 24 തൊട്ട് നോക്കുന്നുണ്ട് മെയിൽ, ഒന്നും വരണില്ല. 25 ഉച്ച കഴിഞ്ഞപ്പം എൻ്റെ ഗൈഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജിൻസിക്ക് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ഉണ്ട്, റിവ്യൂ കമൻസ് വന്നിട്ടുണ്ട്,
വലിയ ചേഞ്ചസ് ഒന്നുമില്ല, അവിടെ ഉടനെ തന്നെ ഓപ്പൺ ഡിഫൻസ് നടക്കും എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ ഫെബ്രുവരി 26 എൻ്റെ ഓപ്പൺ ഡിഫൻസ് നടന്നു. എനിക്ക് ഡോക്ടറേറ്റ് ഡിഗ്രി ലഭിച്ചു. ഞാൻ അതിൻ്റെ വൈവ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ തൈലം എൻ്റെ നാവിൽ പുരട്ടിയിട്ടാണ് പോയത്. കാരണം എനിക്ക് ടെൻഷൻ, പ്രസൻറ്റ് ചെയ്യുമ്പോഴൊക്കെ ഉള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ തൈലം പുരട്ടിയിട്ടാണ് ഞാൻ വൈവയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ കയറിയത്. പിന്നെ ഞാനാണോ അത് സംസാരിച്ചതെന്ന് പോലും എനിക്ക് അറിയാത്ത രീതിയിലായിരുന്നു. കാരണം എനിക്ക് എങ്ങും നിർത്തേണ്ടി പോലും വരാത്ത രീതിയിൽ എല്ലാം കറക്റ്റായിട്ട് എനിക്ക് സംസാരിക്കുവാനും ക്വസ്റ്റ്യൻ ചോദിച്ചതിനെല്ലാം കറക്റ്റായിട്ട് എനിക്ക് ആൻസർ പറയുവാനുമായിട്ട് മാതാവിനെ അനുഗ്രഹിച്ചു. പിന്നെ അടുത്തൊരു നിയോഗം എന്ന് പറയുന്നത് കഴിഞ്ഞ 2023 ഓഗസ്റ്റ് നമ്മുടെ ഓണം വെക്കേഷൻ്റെയൊക്കെ സമയമായപ്പം ഞാൻ മക്കളുടെ കൂടെ ഇരുന്ന് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ മൂക്കിൽ നിന്ന് ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ താഴേക്ക് വീണു. ആദ്യം ഒരു 2 തുള്ളിയാണ് വീണത്. അപ്പം വലിയ കാര്യമായിട്ട് എടുത്തില്ല. പിന്നെ പോകെ ഓരോ ദിവസം കൂടും തോറും ഈ മൂക്കിൽ നിന്ന് വരുന്നുള്ളൂ. ഈ മൂക്കിൽ നിന്ന് വരുന്ന ഫ്ലൂയിഡിൻ്റെ ക്വാണ്ടിറ്റി കൂടാൻ തുടങ്ങി, അതിൻ്റെ ഫ്രീക്വൻസിയും കുറയാൻ തുടങ്ങി, പെട്ടെന്ന് വരാനായിട്ട് തുടങ്ങി. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് പേടിച്ചു. അപ്പോൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു ഇതെന്താ സംഭവം എന്നുള്ളത്. കാരണം ഇത് നമ്മുടെ സാധാരണ മൂക്കിൽ നിന്ന് വരുന്ന മ്യൂക്കസ് അല്ല, അതിനൊരു പശ പോലെ ഉണ്ട്. ഇത് വെറും വെള്ളം തൊടുമ്പോൾ ഉള്ളൊരു അതേ ടെക്സ്ചറാണ് ഇതിൻ്റെ വരുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് പേടിച്ചു. നെറ്റിലൊക്കെ നോക്കിയപ്പം ഇത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആകാനാണ് ചാൻസ്. അതിൻ്റെ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ പോയി കഴിഞ്ഞാൽ മെനിഞ്ചൈറ്റിസ്, പിന്നെ വലിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാകും എന്ന് വായിക്കാനിടയായി. വളരെയധികം ഭയപ്പെട്ടു. വീട്ടിലെല്ലാവരും തന്നെ ഒന്ന് ഭയപ്പെട്ടു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ലൂർദിൽ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് അപ്പോയിൻമെൻ്റ് എടുത്തു കാണിക്കാനായിട്ട്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ആ ഡോക്ടറെ പോയി കാണണ്ട, മാതാവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാറ്റി തരണം എന്ന് പറഞ്ഞു. അന്ന് പ്രാർത്ഥിച്ചത് ഞാൻ തൈലവും തൊട്ട് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ കാശുരൂപം പിടിച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഈ കാശുരൂപം എപ്പോഴും എൻ്റെ കഴുത്തിലുള്ള കൊന്തയിൽ തന്നെയുണ്ട്. അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഉപ്പ് ഞാൻ വായിൽ ഇട്ട് നുണഞ്ഞു. ഇതെല്ലാം ചെയ്തതിന് ശേഷം സ്വിച്ച് ഇട്ട പോലെ എൻ്റെ ആ മൂക്കിൽ നിന്ന് വരുന്ന ഫ്ലൂയിഡ് വരുന്നത് നിന്നു. ഇന്ന് വരെ അതിന് ശേഷം എൻ്റെ മൂക്കിൽ നിന്ന് ആ ഫ്ലൂയിഡ് വന്നിട്ടില്ല. പിന്നീടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇളയ മകൾക്ക് വിട്ടുമാറാത്ത പനിയായിരുന്നു. അതിനിപ്പം 7 വയസ്സ്. ഞാനിവിടെ നിയോഗം വെക്കുന്ന സമയത്ത് 6 വയസ്സ്, UKG-യിലായിരുന്നു. ഒരാഴ്ച സ്കൂളിൽ ചിലപ്പം ഒരു ദിവസമൊക്കെ പോകാറുണ്ടായിരുന്നുള്ളൂ. എന്നും പനിയാണ്. ചെറിയ എന്തെങ്കിലും ഒരു അലർജി വന്നാൽ അപ്പം പനിയാണ്. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് അത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ തൈലം കാശുരൂപം കൈ പിടിച്ച് തൈലം മോളുടെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം അവൾക്ക് ആ പനി വന്നിട്ടില്ല. വൺസ് ഇൻ എ വൈൽ ചെറിയ പനി വരും, പക്ഷേ ആ വിട്ടുമാറാത്ത പനി പിന്നീട് വന്നിട്ടില്ല. അതുവഴി മോൾക്ക് വളരെയധികം വിശ്വാസം ഉണ്ടായി. അപ്പോൾ ഇപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് തുമ്മിയാൽ പോലും മോള് പറയും, മമ്മി മാതാവിൻ്റെ ആ എണ്ണ എടുത്ത് എൻ്റെ നെറ്റിയിൽ തൊടുവെന്ന് പറയും. അപ്പോൾ ഒരു ദിവസം വെറുതെ ചുമച്ചപ്പോൾ ഉടനെ പറഞ്ഞു, എനിക്ക് പനി വരാൻ പോകുന്നുണ്ട് മമ്മി, എന്തായാലും പനി വരുന്നതിന് മുന്നേ ആ തൈലം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ചെറുതായിട്ട് ചുമച്ചതായതുകൊണ്ട് ഞാൻ വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. ഞാനപ്പോൾ അവളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് തൈലം ഒന്ന് കുരിശ് വരച്ചു. അപ്പോൾ ഉടനെ പറഞ്ഞു, ഇങ്ങനെ വെറുതെ തൈലം വെച്ചാലൊന്നും മാതാവ് അനുഗ്രഹിക്കത്തില്ല മമ്മി, ആ കാശ് രൂപത്തിൽ തൊട്ട് വെച്ച് പ്രാർത്ഥിച്ചാൽ മാത്രമേ മാതാവ് കേൾക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 6 വയസ്സുള്ളൊരു കുട്ടിക്ക് മാതാവിൽ ഭയങ്കര വിശ്വാസം ഉണ്ടായി. പിന്നെ എൻ്റെ മൂത്ത മോളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മവിശ്വാസം ഒട്ടുമില്ല. എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുന്നതാണെങ്കിലും എന്തെങ്കിലും കോമ്പറ്റീഷന് പോവുകയാണെങ്കിലും എല്ലാം എന്നെക്കൊണ്ട് പറ്റില്ല മമ്മി, വേറെ ആൾക്കാരുടെ കൂടെ കോമ്പറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല, ട്രൈ ചെയ്ത് നോക്കാവുന്ന പോലും പറയാറില്ല. അപ്പം നമ്മൾ വീട്ടിലെപ്പോഴും നീ ഒന്ന് നോക്ക്, കിട്ടിയോ കിട്ടിയില്ലയോ വേറെ വിഷയം, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കെന്ന് പറഞ്ഞാൽ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം, അതായത് ഇപ്പോൾ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അപ്പോൾ സ്കൂൾ ലെവൽ കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ പരിപാടിക്ക് പേര് കൊടുത്താൽ അപ്പോൾ തൊട്ട് ടെൻഷനാണ്, എനിക്ക് പറ്റില്ല, വേറെ കോമ്പറ്റീറ്റേഴ്സിനെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു. അപ്പോൾ മോള് നല്ലതായിട്ട് ക്ലാസിക്കൽ ഡാൻസ് കളിക്കും. അപ്പോൾ സ്കൂളിൽ കോമ്പറ്റീഷൻ്റെ സമയത്ത് സ്കൂൾ ലെവൽ കോമ്പറ്റീഷൻ ജയിച്ചാലാണ് CBSE-യുടെ ഡിസ്ട്രിക്റ്റ് കലോത്സവത്തിനൊക്കെ പോകാൻ പറ്റുക. അപ്പോൾ സ്കൂളിൽ കോമ്പറ്റീഷൻ്റെ സമയത്ത് ഇവൾ ഒരുങ്ങി, ക്ലാസിക്കലിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടെല്ലാം ഒരുങ്ങി. അന്ന് രാവിലെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി കോമ്പറ്റീറ്റേഴ്സിനെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആൾ ഭയങ്കര ടെൻഷനായി, ഉള്ള ആത്മവിശ്വാസം എല്ലാം പോയി, ഛർദ്ദിക്കാൻ വരുന്നു, തല കറങ്ങുന്നു, അങ്ങനത്തെ വല്ലാത്ത ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് കൊണ്ട് കൂടെ എന്തായാലും. അപ്പോൾ മാതാവിൻ്റെ കാശുരൂപത്തിൽ മോള് തൊട്ട് പ്രാർത്ഥിച്ചു. മോളുടെ നെറ്റിയിൽ ഞാൻ കുരിശ് വരച്ചു, തൈലം തൊട്ട് കുരിശ് വരച്ചു. മോള് ഡാൻസ് കളിക്കാൻ കയറി.
കളിച്ചൊരു പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവളുടെ ഡാൻസ് സ്ഥിരമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് ഏതാ സ്റ്റെപ്പെന്ന് എനിക്കറിയാം. ഞാൻ നോക്കുമ്പോൾ ഒരു ഇത്ര സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൾ വേറെ എന്തോ സ്റ്റെപ്പാണ് കളിക്കുന്നത്. അവിടെ കളിക്കേണ്ട സ്റ്റെപ്പേ അല്ല കളിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ടെൻഷൻ കയറിയിട്ടാണ് ഇത് മൊത്തം മുഴുമിപ്പിച്ചിട്ട് ഇറങ്ങുമെന്ന് പോലും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് കാശ് രൂപത്തിൽ തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് ഇവൾ മൊത്തം കളിച്ചിട്ട് ഇറങ്ങണേന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, മാതാവെ ഞാൻ ചോദിച്ചതായിരുന്നില്ലേ ഇവളെ ഇപ്രാവശ്യം ഒന്ന് ഇവൾക്ക് കോൺഫിഡൻസ് എനിക്കൊന്ന് കൂട്ടാനായിട്ട് ഇവൾ ഇപ്രാവശ്യം ഒന്ന് ജയിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇവളെ പിന്നെ പറഞ്ഞ് എനിക്ക് ശരിയാക്കാൻ പറ്റില്ല. എത്ര ഞങ്ങൾ ഉപദേശിക്കുമ്പോഴാണേലും ഇല്ല മമ്മി എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളായിരുന്നു. അങ്ങനെ പക്ഷേ റിസൾട്ട് അനൗൺസ് ചെയ്തപ്പോഴത്തേക്ക് അവൾക്ക് ഫസ്റ്റ് ഉണ്ട്. അവൾ CBSEയിലെ ഡിസ്ട്രിക്ട് കലോത്സവത്തിനും ഫസ്റ്റ് കിട്ടി. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് അവൾ പറഞ്ഞു, മമ്മി എനിക്കൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്, മാതാവ് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ട് മാതാവ് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്, എനിക്കിപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം എന്നൊരു ഫീലാണ്. അതുകൊണ്ട് ഇപ്പം ഏതെങ്കിലും എക്സാമിനാണേലും കോമ്പറ്റീഷനൊക്കെ പോകുന്ന സമയത്ത് പഠിക്കുമ്പോഴാണേലും ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ആ ഒരു വ്യത്യാസം. മറ്റേത് എത്ര നമ്മൾ പറഞ്ഞാലും ഒരു കാര്യം ട്രൈ ചെയ്യാത്ത ഒരാളായിരുന്നു. അതെനിക്കൊരു വലിയ മാതാവിൻ്റെ അനുഗ്രഹമായിട്ട് തോന്നി. പിന്നീട് എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിന് 30 വയസ്സൊക്കെ ആയിട്ടും കല്യാണമൊന്നും ആകുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ അത് നിയോഗം വെച്ച് ഇവിടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ കഴിഞ്ഞ ജനുവരിയിൽ ആ പയ്യൻ്റെ കല്യാണം നടന്നു. നല്ലൊരു പെൺകുട്ടീനെ മാതാവിൻ്റെ കൃപയാലെ അവന് വൈഫായിട്ട് കിട്ടി. ഇത്രയാണ് ഞാൻ നിയോഗം വെച്ചതിൽ എനിക്ക് കിട്ടിയത്. അല്ലാത്ത എനിക്ക് മാതാവിൻ്റെ ഇഷ്ടംപോലെ അനുഗ്രഹങ്ങൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴെപ്പോഴും മാതാവ് കൈവിടില്ല. എനിക്കത് ഒത്തിരി സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആത്മീയമായിട്ട് എനിക്കുണ്ടായൊരു വളർച്ചയെന്ന് എനിക്ക് തോന്നുന്നത്, ഞാൻ സാധാരണ ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിൽ. അവിടെ ആക്ച്വലി ഒരു ചാപ്പലുണ്ട്. എല്ലാ വെള്ളിയാഴ്ച ഉച്ചയ്ക്കത്തെ ലഞ്ച് ബ്രേക്കിന് അവിടെ കുർബാനയുണ്ട്. ഞാനൊരു 12 വർഷത്തിന് മുകളിലായി അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ വരെ അവിടുത്തെ ചാപ്പലിൽ പോയി ഞാൻ കുർബാന അറ്റൻഡ് ചെയ്തിട്ടേ ഇല്ല. ആ ഫ്രൈഡേ ആക്ച്വലി ലോങ് ബ്രേക്കാണ്, ലഞ്ച് ബ്രേക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുള്ളതാണ് പുറത്ത് പോയി ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ വേറെ അക്കാഡമിക് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ച് കുർബാനയ്ക്ക് പോയിട്ടേ ഇല്ലാത്തൊരാളായിരുന്നു ഞാൻ. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ വർക്കിംഗ് ഡേ ആയിട്ടുള്ള വെള്ളിയാഴ്ചകളിലും ഞാൻ അവിടെ മുടക്കം വരുത്തിയിട്ടില്ല, അവിടെ കുർബാന അറ്റൻഡ് ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ പറയുകയാണെങ്കിൽ ഞാൻ സുഖമില്ലാതിരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് മെഡിക്കൽ അസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചിട്ട് പോവുകയും അത് മറ്റുള്ളവർക്ക് ക്രൈസ്തവർക്കും അക്രൈസ്തവർക്കും ഒരുപോലെ വിതരണം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചെന്നൈയിലാണ് PhD ചെയ്തത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ട്രെയിനിലൊക്കെ പോകുന്ന സമയത്തും ട്രെയിനിലുള്ള ആളുകൾക്കും എല്ലാം ഞാൻ പത്രം കൊടുക്കുകയും അവരോട് എനിക്കുണ്ടായ അനുഭവങ്ങൾ ഷെയർ ചെയ്യുകയും